എപ്പോഴാണ് ഈ ഷെല്ലാക്രമണങ്ങളൊക്കെ നടന്നത്? അവിടുത്തെ ജനങ്ങൾ പാനിക്കാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടുത്തെ ആളുകളൊന്നും ഇന്നലെ ആ സമയത്ത് ഉണ്ടായിരുന്നില്ലേ വീട്ടിൽ? ഡോക്ടർ, ഞാൻ നിൽക്കുന്നത് ജമ്മുവിൽ തന്നെയാണ്. നേരത്തെ ഞാൻ ജമ്മുവിൽ ബക്ഷി നഗറിലാണ് ഉണ്ടായിരുന്നത്. ആ ബക്ഷി നഗറിന് തൊട്ടടുത്ത് ഒരു 4-5 കിലോമീറ്റർ അടുത്താണ് ഇപ്പോൾ ജാനിപ്പൂർ എന്ന് പറയുന്നത്. ജാനിപ്പൂരിൽ ഇവിടെ ഒരു ആപ് ശംഭു ടെമ്പിൾ ഉണ്ട്. ആ ടെമ്പിളിനോട് ചേർന്ന് ആ ടെമ്പിളിലേക്ക് പോകുന്ന വഴിക്ക് തുടക്കത്തിലാണ് ഈ ഒരു വീട്. ഇത് വാസയോഗ്യമായൊരു വീടല്ല, ഇവിടെ ആളുകൾ താമസം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ വീടിന് നേരെയാണ് ഇപ്പോൾ വലിയ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. വീടിൻ്റെ മുൻഭാഗം പൂർണ്ണമായും തകരുകയും വീടിൻ്റെ മുകളിലേക്ക് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും വലിയ ദ്വാരങ്ങളും അതുപോലെ തന്നെ വീടിൻ്റെ കോൺക്രീറ്റ് പാളികളൊക്കെ ഇളകി വീടിൻ്റെ ഭിത്തികൾക്കൊക്കെ വലിയ തോതിൽ ഇളക്കം തട്ടുകയും വീടിൻ്റെ ഭിത്തികളൊക്കെ തകരുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടാമത്തെ സ്ഥലമാണ് ജമ്മു നഗരത്തിൽ. ജമ്മുവിൻ്റെ നഗരത്ത് റെയിൽവേ സ്റ്റേഷനോടൊക്കെ ചേർന്നുള്ള ഭാഗത്ത് രണ്ടാമത്തെ സ്ഥലമാണ്. ഇതുപോലെ 4-5 സ്ഥലങ്ങളിൽ വീടുകൾക്ക് നേരെ ഷെല്ലാക്രമണം ഉണ്ടായിട്ടുണ്ട്. വീടുകൾ തകർന്ന അവസ്ഥയിലാണ്. ഉദരെ अल दूसरा ऊपर है वो ऑटोमेटिक ऊपर है. ഓക്കെ, ഇതിന് മുകൾ ഭാഗത്തായിട്ട് വേറൊരു വീട് കൂടി ഉണ്ടെന്ന് ഈ നാട്ടുകാരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ 5 ഇടങ്ങളിൽ എന്നാണ് നേരത്തെ നമ്മൾ ഔദ്യോഗികമായി ചോദിച്ചപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ അറിയിപ്പ് കിട്ടിയത്. ഈ ജമ്മു നഗരത്തിൽ തന്നെ 5-6 ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള ആക്രമണം സംഭവിച്ചിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാണ്. ഇവിടെയുള്ള വളരെ പ്രായമുള്ള ആളുകളൊക്കെ പറയുന്നുണ്ട് നേരത്തെ കാർഗിൽ യുദ്ധ സമയത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇത്തരത്തിലുള്ള സംഘടന സമയത്തൊന്നും ഈ ഭാഗത്തേക്കൊന്നും ഒരു ഷെല്ലാക്രമണമോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഭീകരാക്രമണത്തിൻ്റെ സ്വഭാവമോ ജമ്മുവിലേക്ക് പ്രത്യേകിച്ച് ഈ നഗരഭാഗത്തേക്ക് ഉണ്ടാവാറില്ല. നമ്മളൊക്കെ കേരളത്തിൽ ഇത്തരത്തിലുള്ള ആക്രമണത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ എങ്ങനെയാണോ അതിശയപ്പെടുന്നത്, അതുപോലെ തന്നെയാണ് ജമ്മുവിലെ ആളുകളെ സംബന്ധിച്ചും ഈ ഭാഗത്തേക്ക് ഇത്തരത്തിലുള്ള ഷെല്ലാക്രമണങ്ങളോ അല്ലെങ്കിൽ ഈ ഭാഗത്തേക്ക് ഇത്തരത്തിലുള്ള ആക്രമണങ്ങളോ സംഭവിക്കാറില്ല എന്നുള്ളതാണ് ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അവരൊക്കെ വന്ന അതിശയത്തോടു കൂടി ഇത്തരത്തിൽ സംഭവിക്കപ്പെട്ട സ്ഥലങ്ങളൊക്കെ കാണുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇത് രണ്ടാമത്തെ സ്ഥലമാണ്. ഇതുപോലെ സമാനമായി 4 ഇടങ്ങൾ കൂടി ഈ ജമ്മുവിൽ തന്നെ ഉണ്ട് ഇത്തരത്തിൽ വീടുകൾക്ക്. പക്ഷേ ആളുകൾക്ക് പരിക്കേറ്റിട്ടില്ല എന്നുള്ളതാണ്. ആളുകൾക്ക് പരിക്കേൽക്കത്തക്ക രീതിയിൽ ഉള്ള ഒരു തകർച്ച സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ ജാനിപ്പൂരിൽ നിന്നാണ് VS രഞ്ജിത്തും വിനീഷ് ഒളവണ്ണയും നമുക്കൊപ്പം ചേർന്നത്. ജമ്മുവിലെ വിവിധ ഇടങ്ങളിലും ഇതേപോലെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. ശ്രീനഗറിൽ നിന്ന് ടു കോട്ട് ഇന്ത്യ ടുഡേ പറയുന്നതനുസരിച്ച് ഒരു മിസൈൽ ലേക്ക് ഒബ്ജക്റ്റ് ലാൻഡ്സ് ഡീപ് ശ്രീനഗർ ഡാൽ ലേക്ക് എന്നാണ്. ശ്രീനഗറിലെ ഡാൽ തടാകത്തിലേക്ക് ഏതോ ഒരു ഒബ്ജക്റ്റ് വീണ് പൊട്ടിത്തെറിച്ചു എന്നൊരു വാർത്ത